ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രവും ഉത്രാളിക്കാവ് പൂരവുമായി സംവിധായകൻ ഭരതനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഏറെ ബന്ധമുണ്ട്. എങ്കക്കാട് ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഭരതൻ സിനിമാ ലോകത്തെ തന്റെ തിരക്കിനിടയിലും ഉത്രാളിക്കാവ് പൂരം കാണാനായി എത്തിയിരുന്നു. എങ്കക്കാട് പാലിശ്ശേരി തറവാട്ടിൽ നിന്നും എങ്കക്കാട് ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് ആരംഭിക്കും മുമ്പ് തലയിൽ തോർത്തുമുണ്ടും കെട്ടി ഭരതൻ എത്തിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഉത്രാളിക്കാവിന് മുന്നിലുള്ള മുത്തശ്ശി ആലിന ചുവട്ടിൽ സമയം കിട്ടുമ്പോഴെല്ലാം ഭരതൻ വന്നിരുന്നു. മുത്തശ്ശി ആലിന് തറ കെട്ടി പിതാവ് പാലിശ്ശേരി പരമേശ്വരൻ നായരുടെ ഓർമ്മയ്ക്കായി സമർപ്പിച്ചതും ഭരതനായിരുന്നു. എങ്കക്കാട് ദേശത്തിന്റെ രക്ഷാധികാരിയായിരുന്നു ഭരതൻ. ഭരതന്റെ വേർപാടിന് ശേഷം ഭാര്യ KPEC ലളിത ആ സ്ഥാനം വഹിച്ചിരുന്നു. ഭരതന്റെ മകൻ സിദ്ധാർത്ഥ് ഭരതനും ഉത്രാളിക്കാവ് പൂരത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന യുവ കലാകാരനാണ്. സിദ്ധാർത്ഥ് ഭരതൻ സംവിധാനം ചെയ്ത വർണ്ണത്തിൽ ആശങ്ക എന്ന ചിത്രത്തിലും ഉത്രാളിക്കാവിന്റെ മനോഹാരിത ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭരതൻ സംവിധാനം ചെയ്ത വെങ്കലം, സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത കുടുംബ പുരാണം, ജയരാജ് സംവിധാനം ചെയ്ത വിദ്യാരംഭം എന്ന സിനിമകളിലും ഒട്ടേറെ സീരിയലുകളിലും ഉത്രാളിക്കാവിന്റെ ദൃശ്യഭംഗി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വടക്കാഞ്ചേരിയുടെ മരുമകളാണ് ഞാനും KPEC ലളിത ചേച്ചിയൊക്കെ. ലളിത ചേച്ചി ഭരതൻ ചേട്ടൻ്റെ വൈഫാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഭരതൻ സാറ് ഈ പൂര കമ്മിറ്റിയിൽ ഒരുപാട് കാലങ്ങൾ രക്ഷാധികാരിയായിട്ട് ഇരുന്നിട്ടുണ്ട്. ഞാൻ ഭരതൻ സാറിൻ്റെ സിനിമയിൽ അഭിനയിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഏറെ സന്തോഷമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ലളിത ചേച്ചി ഒരുമിച്ച് ഒരുപാട് പടങ്ങളിലും സീരിയലുകളിലും ഒക്കെ എനിക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുള്ളത്. വടക്കാഞ്ചേരിക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരുപാട് കലാകാരന്മാർ അതുപോലെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് വ്യക്തികളുടെ നാടും കൂടിയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് നമ്മുടെ ഭരതൻ സാറ്. അപ്പം ഭരതൻ സാറാണെങ്കിലും ലളിത ചേച്ചി ആണെങ്കിലും ഇവരൊക്കെ എന്ന് പറയുന്ന പൂരത്തിനൊക്കെ അവരുടെ സാന്നിധ്യം ഒക്കെ അത്രയും നല്ല രീതിയിൽ തെളിയിച്ച ആൾക്കാരാണ്. അപ്പോൾ ഇപ്പം അവർ ഒക്കെ നമ്മളെ വിട്ടു പോയെങ്കിലും ഇപ്പം ഭരതൻ സാറിൻ്റെ മോനാണെങ്കിലും സിദ്ധാർത്ഥേട്ടനാണെങ്കിലും ഒക്കെ ഇതിലിപ്പോഴും സജീവമായി അവർ പ്രവർത്തിച്ചു വരുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.